ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ സാളഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പൂജിക്കപ്പെടുന്ന ഒരു വിശിഷ്ട ശിലയാണ് സാളഗ്രാമം. വ്യത്യസ്തമായ വലുപ്പത്തിൽ സാളഗ്രാമങ്ങൾ കാണപ്പെടുന്നു. ഇവ മഹാദേവന്റെ വിവിധ ഭാവങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുടെ ക്രമം പരിശോധിച്ചാൽ ജീവന്റെ ആവിർഭാവം മുതൽ മനുഷ്യപരിണാമം വരെയുള്ള ചരിത്രം നമുക്ക് കാണാം. ശാസ്ത്രത്തെ ലളിതമായി വിശദീകരിക്കുന്ന പാട്ടുകളും കഥകളും ദൈവസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം കാണാം. ഇവയെല്ലാം കേവലം കഥകളും പാട്ടുകളുമല്ല. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. श्रीराजराजेश्वरी कृपा करि शङ्करि पाहि मां 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 श्रीराजराजेश्वरी एहि सुखं देहि सिंहवाहिनी दय प्रवाहिनी मोहिनी एहि सुखं देहि सिंहवाहिनी दय प्रवाहिनी मोहिनी पा पमरि सा द प प म म रि रि सा नि स रि ग म प स रि ग म प प म रि सा द प प म म रि रि सा नि स रि ग म प स रि ग म प ध प म प ध प नि स प नि स रि ग म रि सा सा द प म रि स रि ग म प प म रि सा द प प म म रि रि सा नि स रि ग म प स रि ग म प द प म प द प नि स प नि स रि ग म रि सा सा द प म रि स रि ग म प हि मां श्रीराजराजेश्वरी कृपा करि शङ्करि पाहि मां श्रीराजराजेश्वरी चण्डमुण्डखण्डनि महिषभञ्जनि जनरञ्जनी निरञ्जनि भण्डचण्डमुण्डखण्डनि महिषभञ्जनि जनरञ्जनी निरञ्जनि पण्डितश्रीगुहदासपोषिणि सुहासिनि रिपु भीषणि वरभूषणि पण्डितश्रीगुहदासपोषिणि सुहासिनि रिपु
रिपु भीषणि वरभूषणि पमरि स द प म म रि रि स नि स रि ग म प स रि ग म प द प म प द प नि स प नि स रि ग म रि स स द प म रि स रि ग म प हिमां श्रीराजराजेश्वरी कृपाकरी शङ्करी पाहि मां श्रीराजराजेश्वरी. ഇരുമുടിക്കെട്ട് ഒരു പ്രതീകമാണ്. അത് വെളിവാക്കുന്ന ചില തത്വങ്ങളുണ്ട്. പുണ്യപാപങ്ങളുടെയും ദേഹദേഹികളുടെയുമെല്ലാം ചിഹ്നമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അതിലേക്കാണ് ഇന്നത്തെ കഥയമ്മ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. ധർമ്മശാസ്താവിനെ കാണാനുള്ള യാത്രയിൽ നിരവധിയായിട്ടുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഭഗവാന് ഏറെ വിശേഷപ്പെട്ട നിരവധി ദ്രവ്യങ്ങൾ നമ്മൾ സമർപ്പിക്കാറുമുണ്ട്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ യാത്ര, ആ തീർത്ഥാടന യാത്ര തുടങ്ങുന്നത് കെട്ടുനിറയിലാണ് എന്ന് നമ്മൾ മുൻപ് സംസാരിക്കുകയും ചെയ്തു. ആ കെട്ടുനിറയിൽ നമ്മൾ നിറച്ചെടുക്കുന്ന കെട്ടിനെക്കുറിച്ച്, ഇരുമുടിക്കെട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ പള്ളിക്കെട്ടിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്വാമിയുടെ ഇരുമുടിക്കെട്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇരുമുടി? ഇരുമുടി എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 2 ഭാഗങ്ങളാണ് അതിനുള്ളത്. ആ ഇരുമുടിയുടെ 2 ഭാഗങ്ങളെ നമ്മൾ മുൻകെട്ടെന്നും പിൻകെട്ടെന്നും വിശേഷിപ്പിക്കാറുണ്ട്. സ്വാമി താൻ പുലിപ്പാലിനായി പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇരുമുടി കൊണ്ടുപോയി എന്ന് പറയാറുണ്ട്. മറവപ്പടയെ തുരത്താൻ ഭഗവാൻ യുദ്ധത്തിന് പോയപ്പോഴും ഇരുമുടി കൊണ്ടുപോയി എന്ന് പറയാറുണ്ട്. സാക്ഷാൽ സന്നിധാനത്തേക്കുള്ള ഭഗവാന്റെ യാത്രയിലും ഭഗവാൻ ഇരുമുടി കൊണ്ടുപോയി എന്ന് പറയാറുണ്ട്. അപ്പം ഭഗവാന്റെ കൂടെ ഭഗവാൻ കൊണ്ടുപോയിരുന്ന ഒരു വസ്തു തന്നെയായിരുന്നു ഇരുമുടി. ഭഗവാന്റെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഭഗവാന്റെ സാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒരുപോലെ അതിൽ സൂക്ഷിച്ചു. നമ്മളും ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭഗവാന്റെ വിഗ്രഹത്തിന് എത്രത്തോളം മഹാത്മ്യമുണ്ടോ അത്രത്തോളം മഹാത്മ്യമുള്ള ആ 18ാം പടി, ആ 18 പടികൾ ചവിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലയിൽ ഇരുമുടിക്കെട്ടില്ലാതെ സാധ്യമാവില്ല. അത്ര പ്രാധാന്യമാണ് ഇരുമുടിക്കെട്ടിനുള്ളത്. ഇരുമുടിക്കെട്ടില്ലാതെ 18ാം പടി ചവിട്ടാൻ ഒരാൾക്കും സാധിക്കില്ല. ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനമുള്ള ആൾ, തന്ത്രി, അതുപോലെ തന്നെ തിരുവാഭരണം കൊണ്ടുവരുന്ന ആളുകൾ, അങ്ങനെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഭഗവാന്റെ 18ാം പടി ഇരുമുടിക്കെട്ടില്ലാതെ ചവിട്ടാൻ പറ്റുള്ളൂ. അത്രയധികം വിശേഷപ്പെട്ട ആ ഇരുമുടിക്കെട്ടിനെ തലയിലേറ്റിക്കൊണ്ട് മാത്രമേ 18 പടിയുടെ തത്വം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത്ര വിശേഷമാണ് ഇരുമുടിക്കെട്ട്. ആ ഇരുമുടിക്കെട്ടിൻ്റെ മുൻഭാഗവും പിൻഭാഗവും. എന്താണ് മുൻഭാഗത്തിൻ്റെ പ്രാധാന്യം? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ഭഗവാന് സമർപ്പിക്കാനുള്ള ദ്രവ്യങ്ങളാണ് മുൻഭാഗത്ത് നമ്മൾ തയ്യാറാക്കി വെക്കാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള നെയ്ത്തേങ്ങ അല്ലെങ്കിൽ മുദ്രത്തേങ്ങ നമ്മൾ വെക്കുന്നത് മുൻഭാഗത്താണ്. അരി, ഭഗവാന്റെ കാണിക്കാവഞ്ചേരി സമർപ്പിക്കാനുള്ള അരി വെക്കുന്നത് അവിടെയാണ്. കാണിപ്പൊന്ന്, കാണിക്കാപ്പണം വെക്കുന്നത് അവിടെയാണ്. ഭഗവാന് വേണ്ടിയിട്ടുള്ള അഭിഷേക ദ്രവ്യങ്ങൾ, ഇപ്പോൾ കളഭ ആയിക്കോട്ടെ, പനിനീരായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്ന അവിടെയാണ്. ചന്ദനത്തിരി, കർപ്പൂരം. ഭഗവാനും ഭഗവാന്റെ പരിവാരങ്ങൾക്കും എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ തന്നെ മുൻകെട്ടിലാണ് വെക്കാറുള്ളത്. കൂടാതെ 18ാം പടിയിൽ അടയ്ക്കേണ്ട നാളികേരവും മുൻകെട്ടിലാണ് വെക്കുന്നത് എന്നാണ് പല ഗുരുസ്വാമിമാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പിൻകെട്ടിലോ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും യാത്രയിൽ പല ഭാഗത്തായിട്ട് അടയ്ക്കേണ്ട നാളികേരങ്ങളൊക്കെയാണ് പിൻകെട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുക. അങ്ങനെ ഒരു ഭാഗത്ത് ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒരു ഭാഗത്ത് നമ്മുടെ കാര്യങ്ങളും ചേർന്ന് തലയ്ക്ക് അത് ചുമന്നുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്നത്. ഒരേ സമയം ഭഗവാന്റെ വസ്തുക്കളുണ്ട്, നമ്മുടെ വസ്തുക്കളുണ്ട്. ഭഗവാന്റെ വസ്തുക്കൾ എന്നുള്ളത് കൊണ്ട് എന്താ അർത്ഥാക്കണത്? നമ്മുടെ പുണ്യം, നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യങ്ങളുടെ അളവാണ് ആ മുൻകെട്ട് എന്നുള്ളതാണ്. അതിനാണ് എപ്പോഴും ഭാരം കൂടുതൽ വേണ്ടത്. പിൻകെട്ടിന് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ അളവാണെന്ന് പറയുക, അതിനെപ്പോഴും ഭാരം കുറവേ പാടുള്ളൂ. അതായത് അത് നിറയ്ക്കുന്ന ദ്രവ്യങ്ങളുടെ അളവ് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യവും പാപവും തന്നെയാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത്. ഒരിക്കലും പാപം മാത്രം ഭഗവാന് കൊടുക്കുക, പുണ്യം നമ്മൾ തന്നെ കയ്യിൽ വെക്കുക, അങ്ങനെയല്ല. നമ്മുടേതെല്ലാം ഭഗവാനുള്ളതാണ്.
അത് പുണ്യമായിക്കോട്ടെ പാപമായിക്കോട്ടെ, അതൊക്കെ നമ്മൾ കൊടുത്ത് ഭഗവാനോട് നമ്മൾ പറയുന്നു, എനിക്ക് ഭഗവാനെ അങ്ങല്ലാതെ വേറെ ആരുമില്ല. സമ്പൂർണ്ണ ശരണാഗതി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇരുമുടിക്കെട്ട്. എൻ്റെ പുണ്യവും പാപവും ഞാൻ തന്നെ, എൻ്റെ ആത്മാവാകുന്ന നെയ്യും ഇതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുന്ന ആ നെയ്യിനെ അങ്ങ് സ്വാംശീകരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള മോശം പ്രവൃത്തികളിൽ നിന്നും എന്നെ മാറ്റി നിർത്തി ഏറ്റവും വലിയ മോക്ഷം എനിക്ക് തരണേ ഭഗവാനെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഈ ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഈ ഇരുമുടിക്കെട്ടിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇരുമുടി നിറയ്ക്കുന്ന ചടങ്ങാണ് കെട്ടുനിറ. ഒരു ഗുരുസ്വാമിയാണ് നമുക്ക് ഇരുമുടി നിറച്ചു തരേണ്ടത്. നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുവര്യന്മാരുടെയൊക്കെ സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും ഇരുമുടിക്കെട്ട് നിലത്ത് ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് വെക്കാൻ പാടില്ല എന്നും ഗുരുസ്വാമിമാർ പറയാറുണ്ട്. ഒരു പുതപ്പിൽ പൊതിഞ്ഞുകൊണ്ടോ പട്ടിൽ പൊതിഞ്ഞുകൊണ്ടോ ഒക്കെയാണ് ഇരുമുടി സൂക്ഷിക്കാറുള്ളത്. കാരണം ഭഗവാന് കൊടുക്കാനുള്ള ദ്രവ്യങ്ങളാണ് അതിലുള്ളത്. അത്രയധികം ആദരവോടുകൂടി വേണം ഇരുമുടിക്കെട്ടിനെ കാണാൻ. ഓരോ തവണ കെട്ടിറക്കുമ്പോഴും കെട്ടെടുക്കുമ്പോഴും ശരണം വിളിക്കണം എന്ന് പറയാറുണ്ട്. കെട്ടിനെ നമസ്കരിച്ചുകൊണ്ടേ കെട്ട് തലയിൽ എടുക്കാവൂ എന്ന് പറയാറുണ്ട്. അത്രയധികം ബഹുമാനമാണ് ഇരുമുടിക്കെട്ടിന് നമ്മൾ കൊടുക്കുന്നത്. കേവലം ഒരു തുണിസഞ്ചി മാത്രമായിട്ട് അതിനെ കാണാതിരിക്കുക, നമ്മുടെ പുണ്യവും പാപവും നിറയ്ക്കുന്ന കെട്ടായിട്ട് അതിനെ കാണുക. അതിലൂടെ വേണം നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ വിളിക്കുന്ന ഏറ്റവും വലിയൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വിളിക്കുക, ഇപ്പോൾ പോയാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നതാണ്. ആ മോക്ഷത്തിലേക്ക് നമ്മളെ പിടിച്ചുയർത്തുന്നത് ആ ഇരുമുടിക്കെട്ടാണ്. ആ ഇരുമുടിക്കെട്ടാണ് 18-ാം പടി ചവിട്ടാനുള്ള അവകാശം നമുക്ക് തരുന്നത്. ആ ഇരുമുടിക്കെട്ടാണ് നെയ്യഭിഷേകം നടത്താനുള്ള അവകാശം നമുക്ക് തരുന്നത്. അത്രയധികം കാരുണ്യം നമ്മളോട് കാണിക്കുന്ന ആ ഇരുമുടിക്കെട്ടിനെ സ്വയം അയ്യപ്പസ്വാമിയായിട്ട് തന്നെ കണ്ട് നമസ്കരിച്ച് ഏറ്റവും ഭവ്യതയോടുകൂടി അത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഏറ്റവും ആദരണീയമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, അദ്ദേഹം വന്നപ്പോൾ പോലും ഭഗവാൻ ആ കെട്ട് നിറച്ച് 18 പടി ചവിട്ടിയിട്ടാണ് വന്നത്. നമ്മളെല്ലാവരും കണ്ടു. അത്ര മഹത്വമാണ് അതിനുള്ളത്. പ്രസിഡന്റ് ആയിക്കോട്ടെ, സാധാരണ ഒരു ഭക്തനായിക്കോട്ടെ, ഭഗവാനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ്. ആ ഇരുമുടിക്കെട്ടിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വിശേഷം നമ്മളിവിടെ ചുരുക്കുന്നു. ഭഗവാനുമായി സംബന്ധിക്കുന്ന മറ്റൊരു കഥയുമായി മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമസ്തേ. സ്വാമി ശരണമയ്യപ്പ. ചില ക്ഷേത്രങ്ങളിൽ നാഗദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രധാന ദേവാലയത്തിൽ നിന്നും മാറി സർപ്പക്കാവുകളിലാണ്. ഇത്തരം കാവുകളുടെ സംരക്ഷണം പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാണ്. സർപ്പപ്പാട്ടുകൾ നേർച്ചയായി നടത്തുന്നത് അന്യം നിന്നു തുടങ്ങിയ ഒരു കലയുടെ സംരക്ഷണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാഗാരാധന വെറും വിശ്വാസത്തിന്റെ തലത്തിലും മുകളിലാണ്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ഇത് പനംകുറിശി ഭഗവതി ക്ഷേത്രം. ശത്രു സംഹാരമൂർത്തിയും ഭക്തരക്ഷകയുമായ സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. ആര്യ നാട്ടിൽ നിന്നും കടൽ കടന്നെത്തിയോ. പ്രാചീനങ്ങളും പ്രസിദ്ധങ്ങളുമായ 64 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നത്രേ ശ്രീ പനംകുറിശി ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും റോഡ് മാർഗം വരുന്നവർ പെരിന്തൽമണ്ണ റൂട്ടിലെ കരിങ്കലത്താണിയിൽ നിന്നും ഇടത്തോട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ചെത്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ഐതിഹ്യവും ചരിത്രവും അന്യോന്യം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ തട്ടക വ്യാപ്തിയും അസാധാരണമത്രേ. കടൽ കടന്നെത്തിയോരാരിക്കരയമ്മേ ശ്രീ പാർവതി ഹിമവൽപു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് തമിഴ്നാട്ടിലെ ചോള രാജ്യത്തു നിന്നും അവിടുത്തെ രാജാവിന്റെ കോപം ഭയന്ന് കേരളത്തിലേക്ക് പലായനം ചെയ്ത ഒരു സംഘം വൈശ്യരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സംഘം പാലക്കാട് ചുരം വഴി ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുകയും പിന്നീട് ചെറു സംഘങ്ങളായി പിരിഞ്ഞ് പല ഭാഗങ്ങളിലായി കുടിയേറ്റം നടത്തുകയും ചെയ്തു. ഇവരിൽ ഒരു സംഘം ഇവിടെ എത്തിച്ചേരുകയും തങ്ങളോടൊപ്പം കൊണ്ടുവന്ന അവരുടെ ആരാധനാ വിഗ്രഹത്തെ അവർ ഇവിടെ പ്രതിഷ്ഠിച്ച് ക്രമേണ ക്ഷേത്രമാക്കുകയും ചെയ്തു.
കാശിയിൽ കുടികൊള്ളും കൈവല്യദായിനി. കാശിയിൽ കുടി വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവതയാണ് പനംകുറിശി ഭഗവതി എന്ന് ചെത്തല്ലൂർ ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നു. നീ ചെറുകുന്നിലായി കാശിയിൽ കുടികൊള്ളും കൈവല്യദായിനി. ഒരിക്കൽ സാമൂതിരിയുടെ രണ്ടാം സ്ഥാനികനായ ഏറാൾപ്പാടിന്റെ കോവിലകവും ക്ഷേത്രവുമുള്ള കരിമ്പുഴയിലേക്ക് രാജാവ് പല്ലക്കിൽ കയറി ഇതുവഴി എഴുന്നള്ളുവാനിടയായി. ഈ സമയത്ത് ക്ഷേത്രം ഊരാളരിൽപ്പെട്ട ഒരാൾ ഇതുവഴി പല്ലക്കിൽ കയറി ആരും കടന്നു പോകാറില്ലെന്ന് അറിയിച്ചു. അതിന്റെ കാരണം അന്വേഷിച്ച രാജാവിനോട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയുണ്ട് ഇവിടെ എന്ന് ആ ഊരാളൻ മറുപടി നൽകി. നൽകൂ നീ വരദായിനി, അമ്മേ വരദായിനി. ഇത് കേട്ട രാജാവ് പല്ലക്കിൽ നിന്നും ഇറങ്ങി പനംകുറിശിയിൽ തങ്ങി. ഉഗ്രമൂർത്തിയായ ദേവി തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് രാജാവിനോട് ചോദിക്കുകയും ഉടൻ രാജാവ് എല്ലാ തെറ്റും ക്ഷമിച്ച് മാപ്പു നൽകണമെന്ന് കേണപേക്ഷിക്കുകയും ചെയ്തു. ദേവിക്കായി താൻ എന്തും തന്നെ നൽകാമെന്നും ഇനിയൊരിക്കലും ഇപ്രകാരം പ്രവർത്തിക്കില്ലെന്നും രാജാവ് ദേവി അറിയിച്ചു. രാജാവിന്റെ വാക്കുകൾ കേട്ട ദേവി കുളിക്കാനായി ഒരു കുളവും ചന്ദനമണിയുവാനായി ചന്ദനക്കണ്ടവും ഉടുക്കുവാനായി ഉറുമാലിക്കണ്ടവും വിറകിനായി കാഞ്ഞിരക്കണ്ടവും പണ്ടങ്ങൾ കെട്ടാനായി പുലീലക്കണ്ടവും നിവേദ്യത്തിനായി വേറെ കുറച്ച് ഭൂമിയും നീക്കിത്തരണമെന്ന് കൽപ്പിച്ചു. ദേവിയുടെ കൽപ്പന കേട്ട രാജാവ് ഇത്രയും കാര്യങ്ങൾ ദേവിക്കായി അനുവദിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം. ഈ സംഭവത്തോടെ ദേവിയുടെ പടിഞ്ഞാറോട്ടുള്ള വാതിൽ അടഞ്ഞുവെന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്നു. കൊണ്ടു ഞാൻ കുലദൈവമേ നൽകാം അർഘ്യപാദ്യം, അമ്മേ അർഘ്യപാദ്യം. കരകവിഞ്ഞൊഴുകുന്ന കണ്ണീര് കൊണ്ടു ചോള രാജ്യത്തു നിന്നും മൂത്താൻ സമുദായക്കാരായ 7 കുടുംബക്കാരാണ് ഇവിടെ എത്തിയതെന്നാണ് വിശ്വാസം. അവരുടെ പിൻതലമുറക്കാരായ അമ്പലത്ത്, മുസലിയാത്ത്, പൊത്തിരത്ത്, കരിപ്പുമാൻ, ചീരം കണ്ടത്ത്, ആയിച്ചത്ത്, ഏറാട്ടുകൂത്തൻ എന്നീ വീട്ടുകാരായ ഗുപ്തന്മാരാണ് ഇന്ന് ക്ഷേത്രമൂരാളന്മാർ. ദീർഘചതുരാകൃതിയിലുള്ള ഈ ശ്രീകോവിലിനകത്ത് സപ്തമാതൃക്കളോടുകൂടി ഉത്തരാഭിമുഖമായ ചാമുണ്ടിയാണ് പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിൽ കിഴക്കേ അറ്റത്തായുള്ള ചാമുണ്ഡി ദേവിയെയും തുടർന്ന് നിരനിരയായുള്ള സപ്തമാതൃക്കളെയും പൂർണ്ണമായി ദർശിക്കുക അസാധ്യമാണ്. പ്രധാന പ്രതിഷ്ഠയായ ചാമുണ്ഡിയെ നേരെ മുന്നിൽ നിന്ന് വലിയ ഒരു വൈരയ്ക്കകത്തുകൂടിയേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ തുറന്നു വയ്ക്കുന്ന നടയല്ലാത്തതിനാലാണ് ഇവിടെ പൂർണ്ണ ദർശനം അസാധ്യമായിട്ടുള്ളത്. കരയമ്മേ കാരിക്കരയമ്മേ ശ്രീ പാർവതി. നിത്യേന 3 പൂജയാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടന്നു വരുന്നത്. തീയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം. അനുഗ്രഹിക്കാൻ മലനാട്ടിലേക്ക് വന്ന ചാന്താട്ടം, കളംപാട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. എല്ലാ വർഷവും തുലാമാസം 12-ാം തീയതി കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച ആരംഭിക്കുന്ന കളംപാട്ട് പനംകുറിശി ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷാലുള്ള വഴിപാടാണ്. മീനമാസത്തിലെ 1-ാം ചൊവ്വാഴ്ച വരെ തുടരുന്ന കളംപാട്ടിന് കരിപ്പൊടി, അരിപ്പൊടി, പച്ചിലപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ ജൈവ നിറക്കൂട്ടുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കരയമ്മേ ശ്രീ പാർവതി, ശ്രീ പാർവതി ദേവി, ശ്രീ പാർവതി. 8 കൈകളോടെയുള്ള ദേവിയുടെ ചിത്രം വരച്ചുകൊണ്ടാണ് കളംപാട്ടിന് തുടക്കം കുറിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി പൂജ നടത്തുകയും ചെയ്യുന്നു. ഈ തട്ടകത്തിനകത്തുള്ള ക്ഷേത്രങ്ങളിലോ ബ്രാഹ്മണാലയങ്ങളിലോ കളംപാട്ട് നടത്തുകയാണെങ്കിൽ അത് പനംകുറിശി അമ്മയ്ക്ക് മാത്രമേ സമർപ്പിക്കാവൂ എന്നത്രേ വ്യവസ്ഥ. അങ്ങനെയാണ് കാറൽ മണ്ണയ്ക്കടുത്ത് തൂതപ്പുഴയിൽ കാളി നടന്ന കടവ് കാളിക്കടവ് എന്ന പേര് സിദ്ധിച്ചതെന്നും കാറൽ മണ്ണയെ തന്റെ തട്ടകത്തിൽ നിലനിർത്തിയതെന്നുമാണ് ഐതിഹ്യം. പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്തു വരുന്ന ശിവശൈലേശ്വര ക്ഷേത്രം പനംകുറിശി ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ളതാണെന്നാണ് വിശ്വാസം. ഇപ്പോൾ പനംകുറിശി ക്ഷേത്രത്തിന്റെ കീഴേടമായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലാണ് ആദ്യം ദർശനം നടത്തേണ്ടത് എന്നാണ് വിശ്വാസം. ശ്രീപദം കുമ്പിടുന്നേ. ശിവശൈലേശ്വര ക്ഷേത്രത്തിന് സമീപത്തായി വിശാലമായ സ്ഥലത്ത് നിരവധി സർപ്പക്കാവുകളും നിലനിന്നു വരുന്നു. ഇന്ന്
വിവിധ കുടുംബക്കാരുടെ നിയന്ത്രണത്തിലാണ് ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ സർപ്പക്കാവുകൾ. കുമ്പിടുന്നേ 8 ദേശങ്ങളുടെ അധിപതിയായ പനംകുരിശിക്കാവിലമ്മയുടെ തിരുമുൻപിൽ എല്ലാ വർഷവും തുലാമാസം 12-ാം തീയതി കഴിഞ്ഞുവരുന്ന 2 ചൊവ്വാഴ്ചകളിൽ ചൊവ്വായ എന്ന ആഘോഷം കൊണ്ടാടപ്പെടുന്നു. ദേവീ പ്രീതിക്കായി ഭക്തർ നേരിട്ട് വന്ന് ക്ഷേത്രമുറ്റത്ത് പായസം സ്വയം പാകം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങത്രേ ചൊവ്വായ ആഘോഷം. മുഖ്യദേവതയായ ഭഗവതിക്ക് പുറമെ നാലമ്പലത്തിനുള്ളിൽ വടക്ക് കിഴക്ക് മൂലയിലായി നാഗങ്ങളും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഗണപതിയും നാലമ്പലത്തിന് പുറത്ത് ബലിക്കൽപുരയുടെ കിഴക്കേ ഓരം ചേർന്ന് ക്ഷേത്രപാലകനും വടക്കു പടിഞ്ഞാറേ മൂലയിൽ അയ്യപ്പനും ഉപദേവന്മാരായി ഇവിടെ കുടികൊള്ളുന്നു. മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ നടത്തിവരുന്ന പൂരം പുറപ്പാടാണ് പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം. ശ്രീ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടഹാദി ചടങ്ങുകളോടെ പുറപ്പാടും 3-ാം പൂരം രാത്രി കൊടിയേറ്റത്തോടെ ധ്വജാതി മുറിയിലുമായി താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നു. മീനമാസത്തിലെ മകയിരം വാരപക്ഷത്തിൽ പുറപ്പാടും 7-ാം നാൾ പൂരവും കൊണ്ടാടപ്പെടുന്നു. ദിവസേന ഒരു നേരം ക്ഷേത്രകുളത്തിൽ ആറാട്ടും 8-ാം ദിവസം പുഴയിലുമാണ് ആറാട്ടം. തോണിക്കൊരു തുഴയാകേണമേ പനംകുരിശി അമ്മയുടെ പുഴയ്ക്കാറാട്ട് പൂരത്തിന്റെ സമാപന ദിവസമായ 8-ാം ദിവസം രാത്രിയിലും പനംകുരിശി ഭഗവതിയുടെ സഹോദരിയായ മാങ്കോട്ടമ്മയുടേത് പൂരത്തിന്റെ സമാപനത്തിന് തലേന്ന് രാത്രിയുമാണ്. രണ്ടും തൂതപ്പുഴയിൽ മേലെയും താഴെയും കടവുകളിലാണ് നടക്കുക. ആ ദിവസം പനംകുരിശി ഭഗവതിയും സഹോദരിയായ മാങ്ങോട് ഭഗവതിയും അന്യോന്യം വിളക്ക് കണ്ട് പിരിയുന്നു എന്നാണ് സങ്കല്പം. പുഴയ്ക്കൽ ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളുന്ന ദേവി 21 പ്രദക്ഷിണം കഴിഞ്ഞ് അകത്ത് കയറി 25 കലശമടി അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലി കഴിഞ്ഞ് കൊടിയിറക്കുന്നതോടെ പൂരത്തിന് സമാപ്തിയാകുന്നു. ആദ്യകാലത്ത് തുടങ്ങിവെച്ച വേലകളാണ് ഓരോന്നും ഇന്ന് ഓരോ പൂരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കിഴക്കൻ പൂരത്തിന് ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃപ്പുലിക്കൽ ക്ഷേത്രം, കുറ്റാനശ്ശേരി, ശ്രീകൃഷ്ണപുരം, മണ്ണാറത്തറ, മാമ്പ്ര, ആറാട്ടുകടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ചെറുപൂരങ്ങൾ അണിനിരക്കുമ്പോൾ തെക്ക് രാമൻ തൃക്കോവിൽ ക്ഷേത്രം, പാലക്കട അയ്യപ്പൻ പാറ, എടമന ഭാഗം എന്നിവിടങ്ങളിലെയും ആലിക്കൽ തുടങ്ങിയവയും ചേർന്ന തെക്കൻ പൂരവും വടക്കൻ പൂരവും പടിഞ്ഞാറൻ പൂരവും എല്ലാം കൂടി ക്ഷേത്ര സന്നിധിയിലെത്തി ദർശനത്തിനു ശേഷം പൂരപ്പറമ്പിൽ സംഗമിക്കുന്നു. ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ശിവക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി പൂരങ്ങളുടെ സംഗമം വീക്ഷിച്ച് ദേവി നീങ്ങുന്നതോടെ ദേശപൂരങ്ങൾ പിരിഞ്ഞു പോകുന്നു. ശക്തിസ്വരൂപിണി പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ച് പല അനുഷ്ഠാന കലകളും നടത്തിവരുന്നു. പൂരം പുറപ്പാട് മുതൽ 7 ദിവസം നടത്തിവരുന്ന തോൽപ്പാവ കൂത്താണ് അതിൽ പ്രധാനം. 3 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇവിടെ പാവക്കൂത്തിന് ആധാരമായ രാമായണം കഥ കാലം കൂടുന്നത്. ചൈതന്യദായിനി നിൻ പദം തേടി വന്നേ. രാമരാവണ യുദ്ധം നേരിട്ട് കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ദേവിക്ക് അച്ഛൻ ശ്രീ പരമേശ്വരൻ ആ കഥ തോൽപ്പാവക്കൂത്ത് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് തോൽപ്പാവക്കൂത്ത് വഴിപാടായി നടത്തുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം. പൂരം പുറപ്പെട്ട് ദേവി ആറാട്ട് കഴിഞ്ഞു വന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിയ ശേഷം ശ്രീലകത്തു നിന്നും മേൽശാന്തി തെളിയിച്ചു നൽകുന്ന കുത്തുവിളക്കും പ്രസാദവും കച്ചയോടൊപ്പം ക്ഷേത്രമൂരാളർ ദേശത്തു പണിക്കർക്ക് തിരുമുൻപിൽ കൊടിമരപ്പുറത്തു വച്ച് ഭഗവതിയെ സാക്ഷിയാക്കി നൽകുന്നു. പണിക്കരിത് ഏറ്റുവാങ്ങി കൂത്തുമാടത്തിലെ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തി തായമ്പക കൊട്ടി വാദ്യസമേതം കൂത്തുമാടത്തിലെത്തി തമിഴ് ഭാഷയിൽ കഥാകഥനം ആരംഭിക്കുന്നു. ഈ സമയം ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നുള്ള മാളികത്തറയിൽ കൂത്തു കാണുന്നതിന് ഭഗവതി ഉപവിഷ്ടയാകും എന്നാണ് വിശ്വാസം. ഇന്നത്തെ
സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.